ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എവറി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു 3 ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ ചൂസ് ചെയ്തിട്ടുള്ള ഭാഗം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ തേർഡ് മൊഡ്യൂളിൽ ആയിട്ടുള്ള റെയിൽവേ എഞ്ചിനീയറിംഗിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ interlocking of signals, principles of interlocking, methods of interlocking. ഈ 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർലോക്കിംഗ് എന്താണെന്ന് പറയാം. ഇന്റർലോക്കിങ്ങിന്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒരു റെയിൽവേ സിസ്റ്റത്തിൽ എന്തൊക്കെയാ നമുക്ക് കാണാൻ പറ്റും? പ്രത്യക്ഷത്തിൽ സിഗ്നലുകളുണ്ട്. സിഗ്നലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിനിന്റെ സേഫ് ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് ട്രെയിനിന്റെ ഡ്രൈവർ ആരാണ്? ലോക്കോ പൈലറ്റ്. ഈ ലോക്കോ പൈലറ്റിന് നിർദ്ദേശം കൊടുക്കുന്ന ആ സിസ്റ്റത്തിനെയാണ് സിഗ്നൽസ് എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് കളേർഡ് ലൈറ്റുകളായിട്ടാണ് സിഗ്നലുകൾ കൊടുക്കുക, കണ്ടിട്ടുണ്ടാവും. റെഡ്, ഓറഞ്ച്, ഗ്രീൻ, ഈ 3 കളറുകളിലുള്ള സിഗ്നൽസ് നമുക്ക് റെയിൽവേയില് ലൈനിന്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ സെമാഫോർ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് സ്റ്റിക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റോപ്പും, അത് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ അത് യു ക്യാൻ പാസ് ഓൺ, യു ക്യാൻ ഗോ ഓൺ. ഗ്രീൻ ലൈറ്റ് കത്തുന്നതിന് പകരമായിട്ടുള്ള ഒരു സിഗ്നൽ ആയിരുന്നു. അങ്ങനെ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സിഗ്നൽ. പോയിന്റ്സ്, രണ്ടാമതായിട്ട് പറയാനുള്ള സാധനം പോയിന്റ്സ് ആണ്. പോയിന്റ്സ് എന്താണ്? പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ട്രെയിന് ഒരു പെർട്ടിക്കുലർ ട്രാക്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ട്രാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അതിനെ സഹായിക്കുന്ന സിസ്റ്റമാണ് പോയിന്റ് സിസ്റ്റം. അതായത് ട്രെയിന് നമ്മൾ സാധാരണ കാറ് ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് വീല് തിരിക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോലെയല്ല ട്രെയിൻ ഒരു ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലോട്ട്, ഒരു പാരലൽ ട്രാക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു മേർജിങ് സെന്ററിലോട്ടൊക്കെ പോകുന്നത്. അതിന്റെ വീൽസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടത് അത് ഓടുന്ന റെയിലിലാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു റെയിൽവേ ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന സിസ്റ്റമാണ് പോയിന്റ്സ്. അപ്പോ ഈ റെയിലുകളും ഈ പോയിന്റുകളും ഈ സിഗ്നലുകളും തമ്മിൽ മറ്റ് റെയിൽവേ അപ്ലയൻസസും തമ്മിൽ ഒരു കണക്ഷൻ വേണം. സിഗ്നലിന്റെ വഴിക്കും പോയിന്റ്സ് വേറെ വഴിക്കുമായിരുന്നു ശരിയാവത്തില്ല. അപ്പൊ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ട്രെയിനിന്റെ കൊളീഷൻ, പാളം തെറ്റുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാവും. സോ ഇന്റർലോക്കിംഗ് ഓഫ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. സിഗ്നലുകളും പോയിന്റുകളും മറ്റ് റെയിൽവേ അപ്ലയൻസസും ഈ 3 തമ്മിൽ ഒരു ബന്ധം വരുത്തുക. അതുവഴി ട്രെയിനിന്റെ സേഫ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉറപ്പുവരുത്തുക. ഇതിന് പറയുന്ന പേരാണ് ഇന്റർലോക്കിംഗ് ഓഫ് സിഗ്നൽസ്. അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ ആണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ഞാനൊന്ന് വായിക്കാം. The arrangements of signals, points and other appliances so interconnect by mechanical or electrical locking so that their operation takes place in a predetermined sequence to prevent the conflicting movement of signals and points for the safe running of the train. അതായത് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത് the arrangements of signals, points and other appliances. സിഗ്നലുകളും പോയിന്റുകളും മറ്റ് റെയിൽവേ അപ്ലയൻസസും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. സോ ഇന്റർ കണക്റ്റഡ് ബൈ, അവ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ബൈ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ലോക്കിംഗ്, മെക്കാനിക്കലി അതല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഇവ തമ്മിൽ ലോക്ക്ഡ് ആണ്, ഒരു പ്രത്യേക രീതിയിൽ പരസ്പരം ബന്ധിതമാണ്. സോ ദാറ്റ് അതുവഴി their operation takes place in a predetermined sequence. പ്രീഡിറ്റർമിൻഡ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള അതേ ഓർഡറിൽ സംഭവിക്കണം. ഇപ്പോ പോയിന്റ്സ് സെറ്റ് ചെയ്യുന്നു, സിഗ്നൽ ഓപ്പൺ ചെയ്യുന്നു, ട്രെയിൻ പാസ് ചെയ്യുന്നു, സിഗ്നൽ ഓഫ് ആവുന്നു, പോയിന്റ്സ് മാറ്റുന്നു. ഒരു ഓർഡർ ആണത്. അപ്പൊ നമ്മൾ തീരുമാനിച്ച ഓർഡറാണ്. ആ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവ തമ്മിൽ ഒരു പെർട്ടിക്കുലർ റിലേഷൻ വേണം. ആ റിലേഷൻ വഴി മാത്രം, ആ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ മാത്രമേ അത് സംഭവിക്കാൻ പാടുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ കോസ് ആക്സിഡൻസ്, അപകടങ്ങൾക്ക് കാരണമാവും. ടു പ്രിവെന്റ്
the conflicting movement of signals and points. നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത്? To prevent, തടയാൻ വേണ്ടിയിട്ട് what? The conflicting movement of signals and points. സിഗ്നലുകളും പോയിന്റുകളും വൈരുദ്ധ്യത്തോടു കൂടി സംഭവിക്കുന്നത്, പരസ്പര വിരുദ്ധമായിട്ട് സിഗ്നലുകൾ സംഭവിക്കുന്നതും പോയിന്റുകൾ സെറ്റ് ചെയ്യുന്നതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റർലോക്കിംഗ് ഓഫ് സിഗ്നൽസ് ചെയ്യുന്നത്. ഫോർ ദ സേഫ് റണ്ണിങ് ഓഫ് ദ ട്രെയിന് സേഫ് ആയി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒന്ന് ബ്രീഫ് ചെയ്ത് ഈ മൊത്തം ഡെഫിനിഷൻ ഒന്ന് പറയുകയാണെങ്കിൽ, ട്രെയിനിന്റെ സേഫ് ആയിട്ടുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് ട്രെയിനിന്റെ റെയിൽവേയിലുള്ള സിഗ്നലുകളും പോയിന്റുകളും പരസ്പര വിരുദ്ധമായി പെരുമാറാതിരിക്കാനും വേണ്ടിയിട്ട് സിഗ്നലുകളെയും പോയിന്റുകളെയും മറ്റ് റെയിൽവേ അപ്ലയൻസിനെയും മെക്കാനിക്കലി ഓർ ഇലക്ട്രിക്കലി ലോക്ക് ചെയ്ത് ഒരു പ്രീ ഡിറ്റർമിൻഡ് സീക്വൻസിലൂടെ പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് ഇന്റർലോക്കിംഗ് ഓഫ് സിഗ്നൽസ്. ഞാൻ ഒന്നുകൂടെ പറയാം. ട്രെയിൻ സേഫായി മൂവ് ചെയ്യുന്നതിന് വേണ്ടിയും പോയിന്റ്സും സിഗ്നലുകളും പരസ്പര വൈരുദ്ധ്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയും സിഗ്നലുകളെയും പോയിന്റുകളെയും മറ്റ് അപ്ലയൻസുകളെയും പരസ്പരം മെക്കാനിക്കലി ഓർ ഇലക്ട്രിക്കലി ബന്ധിപ്പിച്ച് അവയുടെ പ്രവർത്തനം ഒരു പ്രീ ഡിറ്റർമിൻഡ് മുൻ നിശ്ചയിച്ച പ്രകാരം പ്രവർത്തിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഇന്റർലോക്കിംഗ് ഓഫ് സിഗ്നൽസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉള്ളവർ ഒന്നും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് റിപ്ലൈ ചെയ്ത് ആ സെന്റൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാം. സോ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർലോക്കിംഗ്, 4 പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 4 ഞാൻ ആദ്യം ഒന്ന് വായിച്ചു തരാം. ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ടു ടേൺ ഓഫ് ഓർ ലോവർ എനി 2 സിഗ്നൽസ് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ക്യാൻ ലീഡ് ടു ദ കൊളീഷൻ ഓഫ് ട്രെയിൻ. രണ്ടാമത്തത്, ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ടു ടേൺ ഓഫ് ദ സിഗ്നൽ അൺലെസ് ഓൾ പോയിന്റ്സ് റിലേറ്റിംഗ് ടു ദ ലൈൻ ആർ സെറ്റ് ആൻഡ് ലോക്ക്ഡ്. തേർഡ് വൺ, after the signal has been lowered or turned off, it should not be possible to make adjustments in the points or locks on the route. And the fourth one is, it should not be possible to lower the Warner signals and outer signals unless corresponding home signal is lowered. 4 പ്രിൻസിപ്പിൾ കൃത്യമായി ആ സെന്റൻസ് തന്നെ യൂസ് ചെയ്തിട്ട് എഴുതാൻ നമുക്ക് പറ്റണം. മീനിങ് മാറിപ്പോകാൻ പാടില്ല. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Okay, the first principle. It should not be possible to turn off or lower any 2 signals at the same time that can lead to the collision of train. ഇപ്പൊ ഇവിടെ വരാൻ പറ്റുന്ന ഒരു സാധ്യത എന്താന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ഈ അർത്ഥം മനസ്സിലാക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ടേൺ ഓഫ് ഓർ ലോവർ. ടേൺ ഓഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രീൻ സിഗ്നൽ ആണ്. അതായത് സെമാഫോർ സിഗ്നൽ, ഞാനൊരു രൂപരേഖ വരക്കാണ്, ഒരു ചെറിയ സ്കെച്ച് വരക്കാണ്. സെമാഫോർ സിഗ്നൽസ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ട്രെയിൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സിഗ്നൽ ബാർ, ഈ ഒരു സ്റ്റിക്ക് ഹൊറിസോണ്ടലി നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം സ്റ്റോപ്പ് എന്നാണ്. അപ്പോ ഈ സ്റ്റിക്ക് താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഗോ. അതായത് ഗ്രീൻ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ സെമാഫോർ സിഗ്നൽ സ്റ്റിക്ക് താഴ്ന്നു നിൽക്കുക എന്ന് പറയുന്നത്. അതിനർത്ഥം ലോവർ എന്നാണ്, ഓർ ടേൺ ഓഫ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്, ഉയർത്തിപ്പിടിച്ച അവസ്ഥ. സോ ടേൺ ഓൺ ഓർ റൈസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്റ്റോപ്പ് സിഗ്നൽ ആണ്, ഉയർത്തി നിൽക്കുന്ന അവസ്ഥ. ടേൺ ഓഫ് ഓർ ലോവർ എന്ന് പറഞ്ഞാൽ താഴ്ത്തി പിടിച്ച അവസ്ഥയാണ്, അതിനർത്ഥം ഗ്രീൻ എന്നാണ്. അപ്പൊ അതായത് ഇപ്പൊ ആധുനിക സിഗ്നൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഉണ്ടാവും, ഓറഞ്ച് ഉണ്ടാവും, ഒരു ഗ്രീൻ ഉണ്ടാവും. ഈ 3 സിഗ്നലുകൾ ചേർന്നിട്ടുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ റെയിൽവേയിൽ കാണുന്ന സിഗ്നലുകൾ. ഇതിൽ ഈ റെഡ് സിഗ്നലിന് തുല്യമാണ് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന സ്റ്റിക്ക്. ഈ ഗ്രീൻ സിഗ്നലിന് തുല്യമാണ് ഈ ലോവർ ചെയ്ത് നിൽക്കുന്ന സ്റ്റിക്ക്. അപ്പൊ അതാണ് നമ്മുടെ സെന്റൻസുകളിലെല്ലാം ടേൺ ഓഫ് ഓർ ലോവർ എന്ന് കാണിക്കുന്നത്. അതിനർത്ഥം ഗ്രീൻ സിഗ്നൽ ആണെന്നാണ്. സോ ഇനി അതിൽ സംശയം വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അത് ഇനീഷ്യലി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയുള്ള സെന്റൻസുകളിലെല്ലാം ടേൺ ഓഫ്, ലോവർ എന്നുള്ള വാക്കുകളായിരിക്കും യൂസ് ചെയ്യുക. സോ നമുക്ക് എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഓക്കെ,
Okay. It should not be possible to turn off or lower any two signals at the same time. രണ്ട് സിഗ്നലുകൾ അറ്റ് സെയിം ടൈമിൽ രണ്ട് ട്രെയിനുകളുടെ കൊളീഷന് കാരണമാവുന്ന രീതിയിൽ ടേൺ ഓൺ ചെയ്യാൻ പാടില്ല, ഗ്രീൻ ലൈറ്റ് കാണാൻ പാടില്ല. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ ഒരു മെയിൻ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രെയിന് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ട്രെയിനുകൾ വരുന്നുണ്ട്. ഓക്കെ, രണ്ടും മുന്നോട്ട് വരികയാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് വെച്ച് അവരെന്ത് സംഭവിക്കും? ഈ രണ്ട് ട്രാക്കുകളും മെർജ് ആവുകയാണ്. അപ്പോൾ ഈ ട്രാക്കുകൾ മെർജ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പോയിന്റ് ആൻഡ് ക്രോസിംഗ്. ഈ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ് ആണ് എന്തിനു സഹായിക്കുന്നത്? രണ്ട് ട്രാക്കുകളിൽ പരസ്പരം കണക്ട് ചെയ്യാനും അതുവഴി ട്രെയിനുകൾക്ക് ഒരു ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലോട്ട് മാറാനും സഹായിക്കുന്ന സിസ്റ്റമാണ് എന്ത്? പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്സ്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഭാഗത്തു നിന്നും ട്രെയിൻ വരുന്ന സമയത്ത് ഇവ തമ്മിൽ ഇവിടെ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ചാൻസ് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഗ്രീൻ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് ഓൺ ആവാൻ പാടുള്ളൂ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ അനുമതി കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാൻ അനുമതി കിട്ടാൻ പാടില്ല. സോ രണ്ടും അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ കൊളീഷൻ ഓഫ് ട്രെയിൻ. So it should not be possible to turn off any two signals at the same time that can lead to the collision of train. ട്രെയിനിന്റെ കൊളീഷൻ കാരണമാവുന്ന രീതിയിൽ രണ്ട് സിഗ്നലുകൾ ടേൺ ഓഫ് ചെയ്യാൻ പാടില്ല. ടേൺ ഓഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ രണ്ട് സിഗ്നലുകൾ ഗ്രീൻ ആവാൻ പാടില്ല. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ട്രെയിനിന്റെ കൊളീഷന് കാരണമാവുന്ന രീതിയിൽ രണ്ട് സിഗ്നലുകൾ ഗ്രീൻ ആവാൻ പാടില്ല, ഓർ രണ്ട് സിഗ്നലുകൾ ടേൺ ഓഫ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ലോവർ ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എക്സാക്ട് ടേം എന്നുള്ള ടേൺ ഓഫ് ഓർ ലോവർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിന് പാസ് ചെയ്യാൻ അനുമതി കൊടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ട്രെയിനിന്റെ കൊളീഷൻ സംഭവിക്കുന്ന രീതിയിൽ രണ്ട് ട്രാക്കുകളിൽ ഒരേപോലെ ട്രെയിനിന് മുന്നോട്ട് പോകാൻ അനുമതി കൊടുക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സെക്കൻഡ് പ്രിൻസിപ്പിൾ നോക്കാം. It should not be possible to turn off a signal unless all points relating to the line are set and are locked. ഞാൻ രണ്ട് ട്രാക്ക് വരക്കുന്നുണ്ട്. ഇത് മെയിൻ ലൈൻ ആണ്, ഇത് ബ്രാഞ്ച് ലൈൻ ആണ്. സോ ഈ ബ്രാഞ്ച് ലൈനിൽ ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ്സ് ഉണ്ട്. സോ ഈ ട്രെയിനിന് ഇവിടെ ഗ്രീൻ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ട്രെയിൻ മുന്നോട്ട് പോകും. ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പോയിന്റ്സിന് അത് പാസ് ചെയ്ത് പോകണം. അപ്പൊ ഈ പോയിന്റ്സിലൂടെ സേഫ് ആയിട്ട് മുന്നോട്ട് പാസ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ പോയിന്റ്സ് ഇവിടെ ഈ ലൈനിൽ നിന്നും ഇവിടിലോട്ട് മെർജ് ആവാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അവിടെ സെറ്റ് ചെയ്യാതെ ഇവിടെ ഗ്രീൻ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഇത് ഇവിടെ വന്നിട്ട് റെയിൽ പാളം ഒന്നാകെ തട്ടിമറിച്ച് റെയിൽ പാളം തെറ്റും, ഡീറെയിൽമെന്റ് സംഭവിക്കും. അപ്പോ ഒരു സിഗ്നൽ ഓൺ ആവണമെങ്കിൽ, ഒരു സിഗ്നൽ ലോവർ ചെയ്യണമെങ്കിൽ, ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ആ ലൈനിലുള്ള പോയിന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ പോയിന്റ്സ് സെറ്റ് ചെയ്യാതെ, പോയിന്റ്സ് ലോക്ക് ചെയ്യാതെ ഇവിടെ ഒരിക്കലും ഗ്രീൻ കത്താൻ പാടില്ല. അതായത് ഇവിടുത്തെ സെമാഫോർ സിഗ്നൽ ലോവർ ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. It should not be possible to turn off or it should not be possible to blow the green signal unless all the points relating to the line are set and locked. Okay. And third principle of interlocking signals ലെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്, after the signal has been lowered, സിഗ്നൽ ലോവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഗ്രീൻ സിഗ്നൽ കത്തി കഴിഞ്ഞതിന് ശേഷം, it should not be possible to make adjustments in the points or locks on the route. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഗ്രീൻ സിഗ്നൽ കത്തുക? രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പറഞ്ഞു, പോയിന്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഇവിടെ നമ്മൾ പോയിന്റ്സ് ഉണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ വരുന്നത് എന്ന് അസ്യൂം ചെയ്യുക. ട്രെയിൻ ഇങ്ങനെ വരുന്നു, ഈ പോയിന്റ്സ് സെറ്റ് ചെയ്തു,
അപ്പോൾ പോയിന്റ്സ് സെറ്റ് ആക്കി ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്താൽ അടുത്തതായിട്ട് ഗ്രീൻ സിഗ്നൽ ഓൺ ആക്കി, അതായത് സിഗ്നലിനെ ടേൺ ഓഫ് ചെയ്തു ഓർ ലോവർ ചെയ്തു. അപ്പോ ഈ ലോക്കോ പൈലറ്റിന് മനസ്സിലായി പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്, മുന്നോട്ട് വരാം. ഈ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരാൾക്ക് വന്നിട്ട് ഇവിടുത്തെ പോയിന്റ്സിനെ വേറൊരു റൂട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കരുത്. അതായത് ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ മുന്നോട്ട് വരും, പിന്നെ ആ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ആ പോയിന്റ്സിനെ മറ്റു ട്രാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല, സാധിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് മുൻകൂട്ടി ചെയ്തു വെക്കണം. ഗ്രീൻ സിഗ്നൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നിട്ട് പോയിന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സാധിക്കാൻ പാടില്ല. അത് ഇൻ കേസ് ആരെങ്കിലും വന്ന് പോയിന്റിനെ ഷിഫ്റ്റ് ചെയ്താലോ, ഉടനെ അവിടെ റെഡ് കളറിൽ കത്തണം, അതായത് സിഗ്നൽ റൈസ് ചെയ്യണം, ടേൺ ഓൺ ചെയ്യണം. അപ്പോ ട്രെയിനിന് മനസ്സിലാവും എന്തോ ഈ പോയിന്റ്സിന്റെ ഭാഗത്ത് എന്തോ തകരാറുണ്ട്, സോ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. സോ ദ തേർഡ് പ്രിൻസിപ്പിൾ ഈസ് സിഗ്നൽ ഹാസ് ബീൻ ആഫ്റ്റർ ദ സിഗ്നൽ ഹാസ് ബീൻ ലോവേർഡ്, സിഗ്നൽ ഓൺ ആയി കഴിഞ്ഞതിന് ശേഷം, അതായത് ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം, ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ടു മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ദ പോയിന്റ്സ്. പോയിന്റ്സിൽ പിന്നീട് ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ സാധിക്കാൻ പാടില്ല. അത് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ്. ആൻഡ് നാലാമത്തെ പ്രിൻസിപ്പിൾ, ഇറ്റ് ഷുഡ് നോട്ട് ബി പോസിബിൾ ടു ലോവർ ദ വാർണർ സിഗ്നൽസ് ആൻഡ് ഔട്ടർ സിഗ്നൽസ് അൺലെസ് ദ കറസ്പോണ്ടിങ് ഹോം സിഗ്നൽ ഈസ് ലോവേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം, ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആണ് എങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ പാസ് ചെയ്ത് പോകുന്ന റെയിൽവേ ട്രാക്കാണ് ഇത്. അപ്പോൾ കുറച്ച് സിഗ്നലുകൾ ഉണ്ട്, അതിന്റെ പേരുകൾ ഓർത്തു വെക്കണം. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലുള്ള സിഗ്നലിനെ നമ്മൾ ഹോം സിഗ്നൽ എന്നാണ് വിളിക്കുക. റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തുള്ള സിഗ്നലിനെ സ്റ്റാർട്ടർ സിഗ്നൽ എന്നാണ് വിളിക്കുക. അതിനുശേഷമുള്ളതിനെ അഡ്വാൻസ് സ്റ്റാർട്ടർ എന്ന് വിളിക്കും. അതിനു മുമ്പ് ഹോം സിഗ്നലിന് മുമ്പുള്ളതിനെ ഔട്ടർ സിഗ്നൽ എന്ന് വിളിക്കും. അതിനു മുമ്പുള്ള സിഗ്നലിനെ വാർണർ സിഗ്നൽ എന്ന് വിളിക്കും. സോ നമ്മളെ ട്രെയിൻ ഹെഡ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, ട്രെയിൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഫസ്റ്റ് ലോക്കോ പൈലറ്റ് കാണുന്ന സിഗ്നൽ ഏതാണ്? വാർണർ സിഗ്നൽ. ഈ വാർണർ സിഗ്നൽ കാണുമ്പോൾ ലോക്കോ പൈലറ്റ് മനസ്സിലാക്കും സ്റ്റേഷൻ പരിധി എത്താറായിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കാണുന്ന സിഗ്നൽ ഔട്ടർ സിഗ്നൽ ആണ്. ഔട്ടർ സിഗ്നൽ കാണുമ്പോൾ ലോക്കോ പൈലറ്റ് മനസ്സിലാക്കുന്നത് ഈ ട്രെയിൻ സ്റ്റേഷൻ പരിധിയിലോട്ട് കടക്കുകയാണ്. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റേഷന്റെ പരിധിയാണ്. ഔട്ടർ സിഗ്നൽ എത്തിക്കഴിയുമ്പോൾ ആള് ട്രെയിൻ വളരെ സ്ലോ ആക്കും, മെല്ലെ മുന്നോട്ട് പോകും. ഹോം സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? സ്റ്റേഷന്റെ അകത്തോട്ട് എത്തി, റെയിൽവേ സ്റ്റേഷന്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്, ഇനി ഇങ്ങോട്ട് ഉള്ളത് പ്ലാറ്റ്ഫോം ആണെന്ന് അതിൽ നിന്ന് ലോക്കോ പൈലറ്റിന് മനസ്സിലാവും. സ്റ്റാർട്ടർ സിഗ്നലിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് എഞ്ചിൻ കൊടുന്ന് ഓഫ് ചെയ്യുക. ഈ സ്റ്റാർട്ടർ സിഗ്നൽ വരുന്ന സമയത്താണ് പിന്നെ ട്രെയിൻ മുന്നോട്ട് എടുക്കുക. അഡ്വാൻസ് സ്റ്റാർട്ടർ കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം സ്പീഡിലോട്ട് ആ വെലോസിറ്റി അത് റൈസ് ചെയ്യും. സോ ഹോം സിഗ്നൽ എന്ന് പറഞ്ഞ സിഗ്നൽ കൊടുക്കുന്നത് എപ്പോഴാണ്? പ്ലാറ്റ്ഫോമിലോട്ട് ട്രെയിനിന് കയറാൻ വേണ്ടിയിട്ടാണ്. ഈ ഹോം സിഗ്നൽ ഗ്രീൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഹോം സിഗ്നൽ ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പത്തെ രണ്ട് സിഗ്നലുകളും ടേൺ ഓഫ് ആയിരിക്കണം. സോ ഈ വാർണർ സിഗ്നലുകളും ഔട്ടർ സിഗ്നലുകളും ടേൺ ഓഫ് ചെയ്യേണ്ടത് ഹോം സിഗ്നൽ ടേൺ ഓഫ് ചെയ്യാൻ ഏബിൾ ആയിരിക്കുമ്പോൾ മാത്രമാണ്. അതായത് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിനും ഇല്ല, എല്ലാ ട്രെയിനും പോയി കഴിഞ്ഞാൽ ഹോം സിഗ്നൽ ഗ്രീൻ കാണിക്കാൻ അല്ലെങ്കിൽ ടേൺ ഓഫ് ആവാൻ കേപ്പബിൾ ആണ്. അപ്പോൾ ഹോം സിഗ്നൽ എപ്പോഴാണോ ലോവർ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഔട്ടർ സിഗ്നലും വാർണർ സിഗ്നലും ലോവർ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ വരുന്ന ട്രെയിനിന് കൃത്യമായിട്ട് ഒരു ഐഡിയ വേണം പ്ലാറ്റ്ഫോമിൽ ഒറ്റ ട്രെയിനും ഇല്ല എന്ന്. സോ അതിനു വേണ്ടിയിട്ട് ഹോം സിഗ്നലുകൾ ലോവർ ചെയ്യുന്നതിന്റെ കൂടെ മാത്രമേ ഔട്ടർ സിഗ്നലും വാർണർ സിഗ്നലും ലോവർ ചെയ്യാൻ പാടുള്ളൂ. ഹോം സിഗ്നൽ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത്, റെഡ് ആയിരിക്കുന്ന സമയത്ത് ഔട്ടർ സിഗ്നലും വാർണർ സിഗ്നലും നിർബന്ധമായിട്ടും റെഡ് ആയിരിക്കണം. സോ
അങ്ങോട്ട് ട്രെയിൻ എൻ്റർ ചെയ്യാനേ പാടില്ല until the train in the platform has been gone. ഓക്കെ, സോ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഇന്റർലോക്കിംഗ് അടുത്ത വീഡിയോയിലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ടാവും, അതും കൂടെ കണ്ടിട്ട് വേണം ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, ചോദിക്കുകയും ചെയ്യാം. താങ്ക് യു.